കോഫി ആൻഡ് ക്രീം കേക്ക് ഒരു വെറൈറ്റി ഫ്ലേവർ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു വഞ്ചനാട് കിച്ചൺ. ഐ ആം ഷെഫ് വിനോജ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു കേക്കാണ്. വെൽവെറ്റ് കേക്കിന് അടിപൊളി റെസ്പോൺസ് ആയിരുന്നു. അതിനുശേഷം കേക്കിന് ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കോഫി ആൻഡ് ക്രീം കേക്കാണ്. അടിപൊളി ഒരു കേക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോഫി ആൻഡ് ക്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 500 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും 500 ഗ്രാം ഷുഗറും 500 ഗ്രാം പ്ലെയിൻ ഫ്ലവറും 8 മുട്ടയും. 8 മുട്ടയെന്ന് പറഞ്ഞത് ഞാൻ ചെറിയ മുട്ടയായതുകൊണ്ടാണ് 8 എണ്ണം എടുത്തിരിക്കുന്നത്. സാധാരണ മുട്ടയാണെങ്കിൽ 6 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിലേക്ക് ചേർക്കാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും എടുത്തിട്ടുണ്ട്. കേക്ക് തയ്യാറാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെക്കണം. ബട്ടറും ഷുഗറും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗറും ബട്ടറും നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയും ചേർക്കാം. മുട്ട നമുക്ക് സെപ്പറേറ്റ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതായത് ഈ കേടുള്ള മുട്ടയുണ്ടെങ്കിൽ നമുക്ക് മിക്സ് കേടാവുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു ബൗളിലേക്ക് മാറ്റുന്നത്. കുഴപ്പമില്ലാത്ത മുട്ടയാണ്. നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്ന ഷുഗറിലേക്കും ബട്ടറിലേക്കും നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും ഷുഗറും എഗ്ഗും ഒക്കെ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നല്ല കടുപ്പത്തിലൊരു കാപ്പി എടുക്കാം. കുടിക്കാനല്ല, ഇതിൽ ചേർക്കാനാണ്. കാപ്പി നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമ്മൾ ഈ മിക്സിൽ ചേർക്കത്തുള്ളൂ. കോഫിയിൽ നമ്മൾ മധുരം ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ മിക്സറിനകത്ത് മധുരം ചേർത്തിട്ടുണ്ടല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്ലെയിൻ ഫ്ലവറിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കോഫി അതിൻ്റെ അരക്കപ്പ് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ബാക്കി അരക്കപ്പ് നമ്മൾ ക്രീമിനകത്ത് മിക്സ് ചെയ്യാം. കോഫിയും ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന സ്പോഞ്ചിന് കോഫിയുടെ ഫ്ലേവർ കിട്ടും. അതിനാണ് നമ്മൾ കോഫി ചേർക്കുന്നത്. കേക്കിനുള്ള ബാറ്ററെല്ലാം തയ്യാറായിട്ടുണ്ട്. നമ്മൾ 2 മോൾഡ് എടുത്തിട്ടുണ്ട്. 2 മോൾഡിലായിട്ടാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത്. നമുക്ക് മോൾഡ് ഒന്ന് ബട്ടർ ചെയ്തെടുക്കാം. മോൾഡിൻ്റെ എല്ലാ സൈഡിലും ബട്ടർ തേച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടിയിലത്തെ തട്ടിൽ ഒരു ബട്ടർ പേപ്പർ കൂടെ വെക്കുകയാണ്. റിസ്ക് എടുക്കുന്നില്ല. ബാറ്റർ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ അകത്ത് എയറൊക്കെ നന്നായിട്ട് കളഞ്ഞ് നന്നായിട്ട് ഫോൾഡ് ചെയ്യും തോറും കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അതിനാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ബാറ്ററൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മോൾഡിലേക്ക് പകുതി വീതം ഒഴിച്ച് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. 2 ലെയറായിട്ടാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത്. അതിനാണ് നമ്മൾ 2 മോൾഡ് എടുത്തിരിക്കുന്നത്. കേക്ക് ഓവനിൽ വെക്കുന്നതിന് മുമ്പ് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ. ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കേക്ക് ഓവനിലിട്ട് ബേക്ക് ചെയ്യാം. അരമണിക്കൂർ ഓവനിലിരുന്ന് കേക്ക് ബേക്ക് ആകട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇലക്ഷനിൽ കട്ട മത്സരം നടന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പോലെ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. കേക്ക് നമുക്ക് തണുക്കാൻ വെക്കാം. കേക്കൊക്കെ പൊളി ബേക്ക് ആയിട്ടുണ്ട്. കേക്ക് തണുക്കുന്ന ടൈമിൽ നമുക്ക് കേക്കിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യാനുള്ള ക്രീമൊക്കെ വിപ്പ് ചെയ്തെടുക്കാം. ഒരു ലിറ്റർ ഡബിൾ ക്രീമിൽ 100 ഗ്രാം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ക്രീം നന്നായിട്ട് വിപ്പായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് സ്റ്റിപ്പായിട്ടിരിക്കുന്നുണ്ടോ. ഇത് നമുക്ക് 2 പോർഷൻ ആക്കാം. ഒന്നിനകത്ത് കോഫി ഫ്ലേവറും ഒന്നിനകത്ത് വാനില എസൻസ് ഒഴിച്ച് 2 ഫ്ലേവറാക്കി മാറ്റിയെടുക്കാം. വാനില എസൻസ് ഒരു 3 ഡ്രോപ്പ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് തയ്യാറാക്കിയിരുന്ന
കോഫി ഒരു 2 ടേബിൾ സ്പൂൺ. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. കോഫി കേക്കിന് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നല്ലത്, ഈ നെസ്കഫെ പോലുള്ളത്. കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കേക്ക് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡീമോൾഡായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് സ്റ്റാൻഡിൻ്റെ ബേസിലേക്ക് അല്പം ക്രീം പുരട്ടി കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കുന്ന കേക്ക് വെക്കാം. അതിൻ്റെ മുകളിലേക്ക് കാപ്പി അല്ല കോഫി ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. കോഫിയൊക്കെ ഡ്രിസിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കോഫി ക്രീം പുരട്ടി കൊടുക്കാം. ഒരു ലെയർ വാനില ക്രീം കൂടെ ചേർക്കാം. നമ്മൾ 2 ടൈപ്പ് ക്രീമും അപ്ലൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ കേക്ക് കൂടെ നമ്മൾ തലതിരിച്ച് വെക്കാം. അപ്പോൾ എല്ലാ സൈഡും ഒരേ ലെവലാവും. പേസ്റ്റ് ചെയ്യുമ്പോൾ മുമ്പ് ചെയ്തതുപോലെ ക്രീം അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള 2 ക്രീമും 2 പൈപ്പിംഗ് ബാഗിലാക്കി കേക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗത്ത് അല്പം ചോക്ലേറ്റ് ഫ്ലേക്സ് ഇട്ട് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചോക്ലേറ്റ് ഫ്ലേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്യാം. കോഫി ആൻഡ് ക്രീം കേക്ക് ഒരു വെറൈറ്റി ഫ്ലേവർ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഒരു സ്ട്രോബെറിയുടെ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഒരു രക്ഷയില്ല. കേക്കൊക്കെ നല്ല അടിപൊളി സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അകമൊക്കെ കണ്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സംഭവം ഒരു രക്ഷയില്ല. അടിപൊളി ലുക്കാണ്. ലുക്ക് മാത്രമല്ല അടിപൊളി ടേസ്റ്റുമാണ്. ആദ്യം ഓർത്ത് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് പരിപാടി നിർത്താമെന്ന്. പക്ഷേ ഇത് കട്ട് ചെയ്ത് വെച്ചപ്പം കഴിക്കാതെ മനസ്സ് വരുന്നില്ല. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ. ശരിക്കും ഈ കോഫിയുടെ ഫ്ലേവറും ആ ക്രീമിൻ്റെ ഫ്ലേവറും അന്യമായിട്ട് അറിയാനുണ്ട്. ഇത്രയും നേരം ക്യാമറയും പിടിച്ച് ഹിമ വെട്ടാതെ നിന്ന നമ്മുടെ ക്യാമറാമാൻ അനന്തു ഇനിയും ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാ. അനന്തു ടേസ്റ്റ് ചെയ്തിട്ട് കാര്യം പറയും. അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല ശരിക്കും. ഇത്രയും നേരം കാത്തിരുന്നതിന്റെ ആ ഒരു അതോ റിസൾട്ട് കിട്ടി. അടിപൊളിയായിട്ടുണ്ട്. കോഫി കേക്ക് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വഞ്ചിനാട് കിച്ചൻ, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ഈ കേക്കുമായിട്ട് അല്പ പണിയുടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് കാണാം. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.